യെസ് ഗൈസ്, ഞാനും ഈ ഒരു പടം കാണാൻ ഇരുന്നു. യെസ്, ദിലീപ് ഈസ് ബാക്ക്. പക്ഷേ നല്ലൊരു തിരിച്ചുവരവാണെന്ന് എനിക്ക് തോന്നിയില്ല. ബട്ട് ആളുടെ ആക്ടിങ് സ്കിൽസ് എല്ലാം ഓക്കെ തന്നെയാണ്. ആൻഡ് സിനിമ ഓവറോൾ റിവ്യൂസ് നിങ്ങൾ ഇതിനകം തന്നെ പലരുടെയും കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല എൻ്റെ റിവ്യൂ. സെയിം ഡിക്റ്റോ. ഒരു ഓഡിയൻസ് എന്ന നിലയിൽ ഐ ചെക്ക്ഡ് ഔട്ട്. എൻ്റെ കൂടെ വന്നവരും പിന്നെ എൻ്റെ കൂടെ എന്നെ അറിയാത്ത കുറേ സ്ട്രേഞ്ചേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ തേടിയപ്പോൾ ദേ നോട്ട് ലൈക്ക് ദാറ്റ് ഹാപ്പി. കണ്ടിരിക്കാവുന്ന ഒരു പടം. നൗ പടത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദിസ് ഈസ് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ്. പക്ഷേ സിനിമയുടെ തുടക്കത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി തരുന്നുണ്ട്, ഇത് ഞങ്ങൾ എന്താ പറയുക ഒരു നടന്ന സംഭവമായ റിലേഷൻ ഉണ്ട്, പക്ഷേ അതിലെ കഥാപാത്രങ്ങളുമായിട്ട് ആക്ച്വൽ റിയൽ ലൈഫ് പേഴ്സൺസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് എഴുതി വെക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഈ സിനിമയുടെ ടീസർ ഇറങ്ങിയപ്പോൾ ഒരു കക്ഷി ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. തങ്കമണി എന്ന് പറയുന്ന ഒരു വില്ലേജ് അതുണ്ട്. അത് എന്താ പറയുക, ഒരു ബാഡ് ഇമേജ് ആ ഒരു ഗ്രാമവാസികളുടെ മേലെ വരും. ഈ സിനിമ ഡിപ്പിക്റ്റ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ് അവിടെ നടന്നത്. അവിടുത്തെ സ്ത്രീകളിൽ നിന്ന് നേരെ ഉണ്ടായിരുന്ന ഒരു ആക്രമണം 1986 ആ ഒരു ഇവൻറ്റ് നടന്നത്. ടു ബി പ്രിസൈസ് October 21. കാരണം ഈ സിനിമയിൽ ആ ഒരു ഡേറ്റ്സ് വെച്ചിട്ടാണ് ഇങ്ങനത്തെ പ്രതികാരം ആബൽ ജോഷുവ മാത്തൻ ചെയ്യുന്നത്. നൗ ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് ആണെങ്കിൽ കൂടിയും ഈ ഒരു സിനിമയുടെ കഥ എവിടേക്കോ പണ്ട് 90കളിൽ ഇറങ്ങിയ സിനിമകളുടെ എന്തോ ഒരു സാമ്യം തോന്നുന്നു. കാരണം ഈ ഒരു സ്റ്റോറി ലൈൻ മുമ്പ് വന്ന് പോയിട്ടുണ്ട് ഇന്ത്യൻ സിനിമയിൽ, എസ്പെഷ്യലി മോളിവുഡിൽ കടന്ന് പോയിട്ടുണ്ട്, ഐ എം ഷുവർ. ആൻഡ് ഉടൽ എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്ത റിതീഷ് എന്ന് പറയുന്ന ആ ഗഡി തന്നെയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഉടൽ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അങ്ങയുടെ കഴിവ് മനസ്സിലാകും. പക്ഷേ ഈ ഒരു സിനിമയിൽ ആ കഴിവ് വന്നിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരം. യെസ്, റിതീഷിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് മികവ് ഈ ഒരു പടത്തിന് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഐ ഡോണ്ട് നോ വൈ. നൗ ഒരു ജനപ്രിയ നായകൻ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ വന്ന് അഭിനയിച്ചതുകൊണ്ടായിരിക്കാം. കാരണം ഉടൽ എന്ന സിനിമ അഭിനയിച്ച് സൂപ്പർ സ്റ്റാർസ് ഒന്നും ആയിരുന്നില്ല. എനിവേ, റബ്ബിങ് എവറിത്തിങ് ഓഫ് ടോക്കിംഗ് അബൌട്ട് ദ മൂവി ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് ഇൻസിഡൻസ്. ആൻഡ് ഇതിൽ ചില പോയിൻറ്റ്സ് ഞാൻ പറയാം. ഈ ആബൽ ജോഷുവ മാത്തൻ കക്ഷി എന്താ പറയുക, ഓരോ വ്യക്തികളെ ഇങ്ങനെ കൊന്നൊടുക്കുമ്പോൾ, വെഞ്ചൻസ് മനസ്സിൽ വെച്ചിട്ട് ഒരു വ്യക്തികളെ കൊന്നൊടുക്കുമ്പോൾ ആ വ്യക്തികൾ ഇവനെ കാണുമ്പോൾ, ആ ഇരകൾ ഇവനെ കാണുമ്പോൾ, നീ ഏതാടാ എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഏബൽ ജോഷുവ മാത്തൻ. അപ്പോഴും അവരുടെ മുഖത്ത് എനിക്കറിഞ്ഞൂടെ ഒരു ഏബൽ ജോഷുവ മാത്തൻ, നീ എന്താണ് എന്നെ കൊല്ലാൻ വരുന്നതെന്ന് ചോദിച്ചിട്ട് പകുതി മുക്കാൽ പേർക്കും അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ചത്തവർക്ക് അറിയില്ല എന്തിനാണ് ഇവൻ എന്നെ കൊല്ലാൻ വരുന്നത്. ഏറ്റവും അവസാനമാണെന്ന് തോന്നുന്നു എസ് പീറ്റർ, മനോജ് കെ ജയൻ എന്ന് പറയുന്ന ആ മഹാനടൻ പ്ലേ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ ചോദിച്ചപ്പോൾ മനസ്സിലാവുന്ന തങ്കമണി എന്ന് പറയുന്ന ആ വില്ലേജ് അത് നടന്ന ക്രൂരതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവൻ പകരം വീട്ടാൻ വന്നിരിക്കുന്നത്. ബാക്കിയുള്ള വ്യക്തിംസിന് ആർക്കും അറിഞ്ഞുകൂടാ എന്തിനാണ് ഇവർ നിങ്ങളെ കൊല്ലാൻ വരുന്നതെന്നുള്ളത്. ആൻഡ് ആനിക്ക് സംഭവിക്കുന്നതും ആനിയായിട്ട് അഭിനയിക്കുന്നതും ഒരു പുതുമുഖ നടിയാണ്. ആൻഡ് ഇറ്റ് വാസ് നൈസ്. ചെറിയ റൊമാൻസ് മൂവ്മെൻറ്റ്സ് എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. ബട്ട് കോമഡി സൈഡ് അത് മാത്രം അത്ര കണ്ട് വർക്കൗട്ട് ആയില്ല. ആ കൂടി ഒരു പാട്ടിൽ മാത്രം ചില കോമഡി സീൻസ് കാണിക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ ദിലീപിൻ്റെ പഴയ പടങ്ങൾ കക്ഷി ചെയ്യുന്ന ആ ഒരു സെയിം ആക്ഷൻ തന്നെയാണ് ഇതിലും ഫോമുലേറ്റ് ചെയ്തിരിക്കുന്നത്. നത്തിങ് ന്യൂ. അതൊരു ഒരു നെഗറ്റീവ് പോയിൻ്റ് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഓവറോൾ ആസ് എൻ ഓഡിയൻസ് കണ്ടിരിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ ഒരു പടത്തെ കുറിച്ചിട്ട്. ഇതിന് മുൻപ് ഇറങ്ങിയ ദിലീപിൻ്റെ പടവും അങ്ങനെ തന്നെ ആയിരുന്നു. എനിക്ക് കണ്ടിരിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. സോ ദർ ഈസ് പ്ലെൻറ്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്സ് എന്നൊരു അടിക്കുറിപ്പോട് കൂടിയിട്ട് എനിക്ക് സിനിമയുടെ ഈ റിവ്യൂ അവസാനിപ്പിക്കേണ്ടി വരും. അത്രേ പറയാനുള്ളൂ. നെഗറ്റീവായിട്ടൊന്നും എന്താ പറയുക, പേരെടുത്ത് പറയാൻ കഴിയത്തില്ല. യുനോ ഒരുപാട് പേരുടെ പ്രയത്നം, കാരണം കക്ഷി ഒരു ഇഷ്ടം പോലെ ആ ഡയറക്ടറും സ്റ്റോറി റൈറ്ററും പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ഇഷ്ടം പോലെ പ്രയത്നം ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ കഥാരൂപേണാക്കിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കിയിരിക്കുന്നത്. സോ അവർ എഫേർട്ട് കാണാതെ പോകരുത്. സോ യു ഹാവ് ടു വാച്ച് ഇറ്റ് മൂവി. കാരണം 1986 എന്ന് പറയുന്ന വർഷം ഇറ്റ്സ് നോട്ട് ദാറ്റ് സോ ഫാർ. ആ സമയത്ത് ഇങ്ങനത്തെ
ഒരു പോലീസ് ബ്രൂട്ടാലിറ്റി നമ്മുടെ നാട്ടിൽ നടന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. സോ ദ വേ ദേ ഹാവ് ഇമ്പാക്റ്റഡ് ഇറ്റ്, ആ ഒരു ബ്രൂട്ടാലിറ്റി കാണിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ലൈക്ക് പോരായിരുന്നു, കുറച്ചും കൂടി ഒന്ന് എഫേർട്ട് എടുക്കണം. അല്ലെങ്കിൽ ദ വേ ബീൻ ഡയറക്റ്റഡ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഐ എം നോട്ട് ഡയറക്ടർ, അതൊക്കെ അവരുടെ ഫീൽഡാണ്. ആസ് എൻ ഓഡിയൻസ് ഐ വാസ് ഇൻ ദാറ്റ് സാറ്റിസ്ഫൈഡ്. ബട്ട് എനിക്കൊരു എന്താ പറയുക, കുപ്പിത്തൊട്ടിൽ തള്ളിയിടാൻ തോന്നുന്നല്ലേ ഈ പടത്തിന്. സോ യു ഗൈസ് മസ്റ്റ് വാച്ച് ഇറ്റ്. ഒരു വീക്കെൻഡിൽ കണ്ട് എന്താ പറയുക, റിവ്യൂ ചെയ്യാൻ പറ്റിയ ഒരു സിനിമ, അതിൽക്കപ്പുറമൊന്നും തോന്നുന്നില്ല. ആൻഡ് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ പടത്തിൻ്റെ ക്ലൈമാക്സിൽ വാട്ട് ഹാപ്പൻസ് ടു ആപ്പിൾ ജോഷുവ മാത്തൻ, ഐ ഡോണ്ട് നോ. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഹീ സൂയിസൈഡഡ്. കാരണം ഈ സിനിമയിൽ ഒരുപാട് ക്ലൂസ് പറയുന്നുണ്ടായിരുന്നു. ഈ കുഡൻറ്റ് സൂയിസൈഡ്. കാരണം ആനിയുടെ ആത്മാവ് എപ്പോഴും മുഖത്ത് അല്ല ഫ്രണ്ടിൽ വന്നിട്ട് നീ ഇങ്ങനെ ചാവല്ലേ, മറ്റവരെ പോയി കൊന്നിട്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സോ ക്ലൈമാക്സ് സീനിൽ ആനീനെ ആത്മാവ് രൂപത്തിൽ കാണുമ്പോൾ ആനി പറയുന്നുണ്ട് വാ നമുക്ക് പോകാൻ വേണ്ടി, കെട്ടിപ്പിടിച്ച് പോകുന്നുണ്ട്. സോ ആ സമയത്താണ് അർപ്പിത വന്നിട്ട് പിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിട്ട് തോക്കും പിടിച്ച് നിൽക്കുമ്പോൾ ആകെ ശശിയായി നിൽക്കുന്നത്. പിന്നെയാണ് ഒരു ഹെലിക്യാം ഷോട്ടിലിരുന്ന് കാണിക്കുന്നത്, തൊട്ടപ്പുറത്ത് വലിയൊരു കൊക്കയാണ്. സോ ഇറ്റ്സ് ഒബ്വിയസ്ലി ആ ബാഗ് ഇട്ടിട്ട് എടുത്ത് ചാടി കാണും. എന്താ പറയുക, ആ ഒരു ബേർഡൻ തൻ്റെ ഷോൾഡേഴ്സ് എടുത്ത് കളയണം എന്നുള്ളത്. എനിവേ ഡസൻറ്റ് മാറ്റർ, പലർക്കും പല ആശയങ്ങളൊക്കെ ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, കൂടുതലൊന്നും പറയാനില്ല. ബൈ നൗ യു ഷുഡ് ഹാവ് വോയിസ് അതർ റിവ്യൂസ്. കണ്ടിരിക്കാം. സോ മറക്കണ്ട, ആസ് യൂഷ്വൽ സ്റ്റേ ട്യൂൺഡ്. ഞാൻ അടുത്ത പടം വരുന്നത് ലാപ്പിത ഗേൾസ്, യെസ് ലാപ്പിത വുമൻ, ലാപ്പിത ഗേൾസ്, യെസ്, അത് അതിൻ്റെ റിവ്യൂമായിട്ട് ഞാൻ വരാം. ഒരു ബോളിവുഡ് സിനിമയാണ്, ഫുൾ കോമഡിയാണ്, തകർത്ത് അഭിനയിച്ച കോമഡി പടമാണ്, അതുമായിട്ട് വരാം. സോ ദിസ് ഈസ് അബൌട്ട് ദ മൂവി കോൾഡ് തങ്കമണി. തങ്കമണി എന്ന് പറയുന്നത് ഒരു പെണ്ണിൻ്റെ പേരല്ല, ഒരു ഗ്രാമത്തിൻ്റെ പേരാണ്. ഞാൻ പറയാൻ പറ്റും, ഒരു ഗ്രാമത്തിൻ്റെ പേരാണ്. കാരണം ഈ സിനിമയുടെ പോസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ തങ്കമണി ദ ബ്ലീഡിങ് വില്ലേജ്, പ്രേതത്തിൻ്റെ ഒരു ലൈൻ ഉണ്ടല്ലേ, ദ ബ്ലീഡിങ് വില്ലേജ്. ഗൈസ്, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ, wherever you are from the world. Guys, stay tuned for more.